ഇപ്പോൾ റഗീസ് ദുബായിൽ നിന്ന് ഒരു വിവരം അറിയിക്കുന്നു. മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ വളരെ സാധാരണ നിലയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. നാളെ മുതലാണ് സർവീസുകൾ മാറ്റുന്നത്. കൊച്ചി, കോഴിക്കോട്, ഡൽഹി, മുംബൈ, മംഗലാപുരം എന്നീ എയർപോർട്ടുകളിലേക്ക് വിമാന സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തും എന്ന് ദുബായിൽ നിന്ന് മുഹമ്മദ് റഗീസ് അറിയിക്കുന്നു. റഗീസ് ടെലിഫോൺ ലൈനിൽ വീണ്ടും ചേരുകയാണ്. റഗീസ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ഈ നിമിഷത്തിൽ ലഭിക്കുന്നത്? SKN മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ആശ്വാസം നൽകുന്ന ഒരു വിവരമാണ് ഇപ്പോൾ എയർ ഇന്ത്യ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അതായത് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ നാളെ മുതൽ മസ്കറ്റിൽ നിന്ന് സാധാരണഗതിയിലേക്ക് ആവുകയാണ്. കൊച്ചി, കോഴിക്കോട്, ഡൽഹി, മുംബൈ, മംഗലാപുരം സർവീസുകൾ നാളെ തുടങ്ങും എന്നുള്ള വിവരം അറിയിക്കുന്നു. ഒപ്പം തന്നെ കൊച്ചി, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്ക് അധിക സർവീസുകളും ഉണ്ടാകുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുകയാണ്. അതായത് ഒരു വിമാന സർവീസ് സാധാരണ നിലയിലേക്ക് മാറുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരിക്കും. കാരണം നേരത്തെ എമിറേറ്റ്സും ഒപ്പം തന്നെ ഫ്ലൈ ദുബായും മറ്റു വിമാനങ്ങളും ഒക്കെ ഇത്തരത്തിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗം എന്നുള്ള രീതിയിലൊക്കെ കുടുങ്ങിക്കിടന്നവരെ എത്തിക്കാനും ഒപ്പം തന്നെ ചില ഫ്ലൈറ്റുകൾ അല്ലാതെ ചാർട്ടർ ചെയ്ത് ആളുകളെ കൊണ്ടുപോകാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതങ്ങനെ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. അതിന് പിന്നാലെ സാധാരണ നിലയിലേക്ക് ഒരു സർവീസ് മാറുന്നു എന്ന് പറയുന്നത് അത് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളാണ്. ആദ്യമായി അത് ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് പോകാനുള്ളവർക്ക് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തനി പറയപ്പെട്ട കൊച്ചിയോ, കോഴിക്കോടോ, ഡൽഹിയോ, മുംബൈ, മംഗലാപുരം എന്നിവിടങ്ങളിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. പക്ഷേ എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ സർവീസ് വിവരങ്ങൾ യാത്രക്കാർ യഥാസമയം കൃത്യമായി അപ്ഡേറ്റഡ് ആയി മാത്രം വിമാനത്താവളത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ് SKN. ഓക്കെ, താങ്ക് യു റഗീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.